ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് എങ്ങനെ MS എക്സലിൽ ഒരു ഫയൽ പാസ്വേഡ് യൂസ് ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. ഉദാഹരണത്തിന് നമ്മൾ ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു ടേബിൾ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഡേറ്റ നമ്മൾ എക്സലിൽ ക്രിയേറ്റ് ചെയ്തു, സേവ് ചെയ്തു. അതിനുശേഷം ആ ഡേറ്റ മറ്റാരും എഡിറ്റ് ചെയ്യരുത് എന്ന് നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഈ ഓപ്ഷൻ യൂസ് ചെയ്യാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് പ്രൊട്ടക്റ്റ് വർക്ക് ബുക്ക് അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് വർക്ക്ഷീറ്റ്. എന്താണ് ഈ പ്രൊട്ടക്റ്റ് വർക്ക് ബുക്ക് അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് വർക്ക്ഷീറ്റ്? അവർ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് ചെയ്യാനായിട്ട് നമുക്ക് റിവ്യൂ ടാബിൽ പോവുക. റിവ്യൂ ടാബിൽ പോകുമ്പോൾ പ്രൊട്ടക്റ്റ് എന്നുള്ള റിബൺ ഉണ്ടാവും. പ്രൊട്ടക്റ്റ് റിബണിൽ രണ്ട് ഓപ്ഷൻ നമുക്ക് കാണാം, പ്രൊട്ടക്റ്റ് ഷീറ്റ് ആൻഡ് പ്രൊട്ടക്റ്റ് വർക്ക് ബുക്ക്. പ്രൊട്ടക്റ്റ് ഷീറ്റും ഉണ്ട്, പ്രൊട്ടക്റ്റ് വർക്ക് ബുക്കും ഉണ്ട്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ആദ്യം നമുക്ക് നോക്കാം. പ്രൊട്ടക്റ്റ് വർക്ക് ഷീറ്റ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഈ വർക്ക് ഷീറ്റിൽ, ഇപ്പം നമ്മൾ ഷീറ്റ് നമ്പർ 1 ഓപ്പൺ ചെയ്തേക്കുകയാണ്. നമ്മുടെ വർക്ക് ഷീറ്റിൽ നമ്മുടെ സെൽസ് എല്ലാം ലോക്ക് ചെയ്യുക, നമ്മുടെ എല്ലാ സെല്ലും മോഡിഫിക്കേഷൻസ് എല്ലാം പ്രിവെൻറ്റ് ചെയ്യുക എന്നതിന് വേണ്ടിയിട്ടാണ് പ്രൊട്ടക്റ്റ് ഷീറ്റ് ചെയ്യുന്നത്. പ്രൊട്ടക്റ്റ് വർക്ക് ബുക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഈ വർക്ക് ഷീറ്റ് മൂവ് ചെയ്യാനോ ഹൈഡിങ്ങോ അൺഹൈഡിങ്ങോ ഡിലീറ്റിങ്ങോ അങ്ങനെയുള്ള ഓപ്ഷൻസ് എല്ലാം ബ്ലോക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ പ്രൊട്ടക്റ്റ് വർക്ക് ബുക്ക് വെക്കുന്നത്. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഈ പ്രൊട്ടക്റ്റ് ഷീറ്റ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ പാസ്വേഡ് ടു അൺപ്രൊട്ടക്ട് ഷീറ്റ് എന്ന് നമ്മുടെ പ്രൊട്ടക്ട് ഷീറ്റിൻ്റെ ഡയലോഗ് ബോക്സിൽ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ള ഡയലോഗ് ബോക്സ് ആണ്. ഇവിടെ ഒരു പാസ്വേഡ് നമുക്ക് ഇൻപുട്ട് കൊടുക്കാം, ഏതെങ്കിലും ഒരു. ഞാൻ ഇവിടെ ഇൻപുട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ allow users of this worksheet to എന്ന് പറയുന്നിടത്ത് നമുക്ക് എന്തൊക്കെ ആക്സസ്, ഇനി മറ്റൊരാൾ ഈ ഫയൽ ഓപ്പൺ ചെയ്യുവാണെങ്കിൽ എന്തൊക്കെ ആക്സസ് അവർക്ക് കൊടുക്കണം എന്നാണ് ഈ ഡയലോഗ് ബോക്സിൽ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഉദാഹരണത്തിന് ഫോമാറ്റിംഗ് സെൽസ് ഫോമാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊടുക്കണമെങ്കിലോ ഡിലീറ്റ് ചെയ്യണമെങ്കിലോ അതാത് ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുക. നമ്മളിവിടെ പ്രൊട്ടക്റ്റ് വർക്ക് ഷീറ്റ് ആൻഡ് കണ്ടൻസ് ഓഫ് ലോഗ് സെൽസ് എന്നുള്ള ചെക്ക് ബോക്സ് ടിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. റീ എൻറ്റർ പാസ്വേഡ്, നമ്മൾ നേരത്തെ കൊടുത്ത പാസ്വേഡ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുക. ഇതിനുശേഷം ഇപ്പോൾ ഈ വർക്ക് ഷീറ്റ് പ്രൊട്ടക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് സ്വിച്ച് ട്രൈ ചെയ്ത് നോക്കാം. നമ്മളിവിടെ എന്ത് ഡേറ്റ എൻറ്റർ ചെയ്താലും നമുക്കിവിടെ ഒരു മെസ്സേജ് വരുന്നതായിരിക്കും. The cell or chart you are trying to change is on a protected sheet. To make the change, unprotect the sheet. You might be requested to enter a password. അപ്പോൾ നമുക്കിവിടെ അൺപ്രൊട്ടക്ട് ഷീറ്റ് എടുത്ത് നമ്മൾ നേരത്തെ കൊടുത്ത പാസ്വേഡ് എൻറ്റർ ചെയ്താൽ മാത്രമേ ഈ വർക്ക് ഷീറ്റിൽ എന്തെങ്കിലും ഒരു ഡേറ്റ ഇൻപുട്ടോ നമ്മളിപ്പോൾ ചെയ്തു വെച്ചേക്കുന്ന ഒരു ഡേറ്റ ഉണ്ടെങ്കിൽ അതിൻ്റെ ഫോമാറ്റിങ്ങിൽ മാറ്റം വരുത്താൻ സാധിക്കൂ. ഇനി എന്താണ് പ്രൊട്ടക്റ്റ് വർക്ക് ബുക്ക് എന്ന് നോക്കാം. പ്രൊട്ടക്റ്റ് വർക്ക് ബുക്കിൽ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. അവിടെ ഞാനൊരു പാസ്വേഡ് കൊടുക്കുകയാണ്. എന്നിട്ട് സ്ട്രക്ചർ എന്നുള്ള ചെക്ക് ബോക്സ് സെലക്ട് ചെയ്യുക, പ്രൊട്ടക്റ്റ് വർക്ക് ബുക്ക് ഫോർ ഇറ്റ്സ് സ്ട്രക്ചർ, എന്നിട്ട് ഓക്കെ കൊടുക്കുക. പാസ്വേഡ് ഞാൻ റീ എൻറ്റർ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഈ വർക്ക് ഷീറ്റിൽ നമുക്ക് ഒന്നും ഇപ്പോൾ ഹൈഡിങ് അൺഹൈഡിങ് ഡിലീറ്റ് റീനെയിം മൂവ് കോപ്പി ഇങ്ങനെയുള്ള ഓപ്ഷൻസ് നോർമലി ഇതെല്ലാം വിസിബിൾ ആയിരിക്കും. ഇങ്ങനെയുള്ള ഓപ്ഷൻസ് എല്ലാം നമുക്ക് മിസ്സായി പോയിട്ടുണ്ട്, എന്ന് വെച്ചാൽ ഇൻവിസിബിൾ ആയിട്ടുണ്ട്. അതിനർത്ഥം ഈ വർക്ക് ബുക്ക് എൻറ്റയർലി പ്രൊട്ടക്റ്റഡ് ആണ്. ഇതാണ് നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ കണ്ടത്, പ്രൊട്ടക്റ്റിംഗ് വർക്ക് ഷീറ്റ് ആൻഡ് എ വർക്ക് ബുക്ക്.